أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قالوا لئن لم تنته يا نوح لتكونن من المرجومين. قال رب إن قومي كذبون فافتح بيني وبينهم فتحا ونجني ومن معي من المؤمنين. صدق الله العظيم. സൂറ അശ്ശുഅറ 116, 17, 18. ഖാലു അവർ അഥവാ ഖൗമ് നൂഹ് അല്ലെങ്കിൽ അതിലെ പ്രമാണിമാർ പറഞ്ഞു, ലഇല്ലം തന്തഹി, ഇന്തഹ എന്ന് പറഞ്ഞാൽ ഫുൾ സ്റ്റോപ്പ് ഇട്ടു. ലഇല്ലം തന്തഹി, നീ അവസാനിപ്പിക്കുന്നില്ലെങ്കിൽ, യാ നൂഹു, ഓ നൂഹേ, ലതകൂനന്ന, നീ ആയിത്തീരുക തന്നെ ചെയ്യും, മിനൽ മർജൂമീൻ, എറിഞ്ഞു കൊല്ലപ്പെടുന്നവരിൽ അല്ലെങ്കിൽ എറിഞ്ഞു ഓടിക്കപ്പെടുന്നവരിൽ, രണ്ടും സാധ്യതയുണ്ട്. ഖാല, നൂഹ് അലൈഹിസ്സലാം പ്രാർത്ഥിച്ചു, റബ്ബി, എൻ്റെ നാഥ, ഇന്ന ഖൗമി കദ്ദബൂൻ, നിശ്ചയം എൻ്റെ ജനത എന്നെ കളവാക്കിയിരിക്കുന്നു. ഫഫ്തഹ് ബൈനി വ ബൈനഹും, ഫഫ്തഹ്, അതിനാൽ നീ തീർപ്പ് കൽപ്പിക്ക്. ഫതഹ എന്ന് പറഞ്ഞാൽ തുറന്നു എന്നുള്ള അർത്ഥത്തിൽ, വിജയിച്ചു എന്നുള്ള അർത്ഥത്തിൽ, എന്നതുപോലെ തീരുമാനം കൽപ്പിച്ചു എന്നുള്ള അർത്ഥത്തിലും ഉപയോഗിക്കും. ഖുർആൻ തന്നെ അത് ഉപയോഗിച്ചിട്ടുണ്ട്. ജൂതന്മാർ തമ്മിൽ ചോദിക്കുന്നത് പറയുന്നുണ്ടല്ലോ അൽ ബഖറയിൽ, അതുഹദ്ദിസൂനഹും ബിമാ ഫതഹല്ലാഹു അലൈക്കും, അള്ളാഹു നിങ്ങൾക്ക് അറിയിച്ചു തന്നത്, അല്ലെങ്കിൽ അള്ളാഹു നിങ്ങൾക്ക് തീർപ്പ് കൽപ്പിച്ച് തന്നതിനെക്കുറിച്ച് നിങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കുകയാണോ? അതുപോലെ ഇന്ന ഫതഹ്നാ ലക ഫത്ഹൻ മുബീന, ഈ മക്ക വിജയത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഹുദൈബിയ സന്ധിയെ സൂചിപ്പിച്ചുകൊണ്ട് വിജയം എന്ന് പറഞ്ഞത് കാണാൻ കഴിയും. ഇങ്ങനെ അറബി ഭാഷയിൽ അത് മൂന്നർത്ഥത്തിൽ ഉപയോഗിക്കുന്നതാണ്. തുറക്കുക, അതുപോലെ വിജയിക്കുക, അല്ലെങ്കിൽ വെളിപ്പെടുത്തുക എന്നുള്ള അർത്ഥത്തിൽ, അല്ലെങ്കിൽ തുറസ്സുണ്ടാക്കുക എന്നുള്ള അർത്ഥത്തിൽ തീരുമാനം കൽപ്പിക്കുക. ഇവിടെ അതാണ്. ഫഫ്തഹ് ബൈനി വ ബൈനഹും, എനിക്കും അവർക്കുമിടയിൽ നീ തീരുമാനം കൽപ്പിക്കണമേ. ഫത്ഹൻ, ഒരു തീരുമാനം, അഥവാ വളരെ വ്യക്തമായൊരു തീരുമാനം നടത്താം. വനജ്ജിനി, എന്നെ രക്ഷപ്പെടുത്തണമേ. വമം മഅയ്യ, എൻ്റെ കൂടെയുള്ളവരെയും, മിനൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളായിട്ട് അല്ലെങ്കിൽ മുഅ്മിനീങ്ങളിൽപ്പെട്ടവരായി എൻ്റെ കൂടെയുള്ളവരെയും നീ രക്ഷപ്പെടുത്തണമേ എന്ന് നൂഹ് അലൈഹിസ്സലാം പ്രാർത്ഥിച്ചു. ജനതയുടെ പ്രതികരണമാണ്, നിൻ്റെ കൂടെയുള്ള ആളുകൾ തനി ചെറ്റകളാണ്, അത്തരം ആളുകൾ ഉണ്ടായിരിക്കെ ഞങ്ങൾ നിന്നെ പിൻപറ്റുകയോ എന്ന് ചോദിച്ചു. അതിനുള്ള മറുപടി കൃത്യമായി പറഞ്ഞു, മുഅ്മിനീങ്ങളെ ആട്ടിയോടിക്കുക എന്നുള്ളത് ഞാനൊരിക്കലും ചെയ്യുകയില്ല, ഞാൻ വ്യക്തമായ മുന്നറിയിപ്പുകാരനാണ്. ഉടനെ സംവാദത്തിന് അല്ലെങ്കിൽ ചർച്ചയ്ക്ക് വസ്തുതകൾ തമ്മിൽ മാറ്റുരക്കാൻ, ഇത് യാഥാർത്ഥ്യം തന്നെയാണെന്ന് പരിശോധിക്കാൻ, അതിനൊന്നുമല്ല അസത്യത്തിൻ്റെ വക്താക്കൾ എക്കാലത്തും ശ്രമിച്ചത്. പകരം സത്യത്തിൻ്റെ വക്താക്കളോട് നേരെ ആക്രമണങ്ങൾ അഴിച്ചുവിടുക, ഭീഷണിപ്പെടുത്തുക, അല്ലാതെ പറയുന്നത് സത്യമാണോ അല്ലേ എന്ന് നോക്കാനൊന്നുമല്ല. ഇതിവിടെ പറ്റില്ല എന്നുള്ള നിലപാട് സ്വീകരിക്കുക. അങ്ങനെ ഇത് അവസാനിപ്പിക്കുന്നില്ലെങ്കിൽ നിന്നെ ഞങ്ങൾ കൈകാര്യം ചെയ്യും. ലതകൂനന്ന മിനൽ മർജൂമീൻ, ഇത് നേരത്തെ നമ്മൾ കണ്ട ചരിത്രത്തിലുണ്ടല്ലോ. പിന്നെ ഇബ്രാഹിം അലൈഹി സ്വലാമിനോട് പിതാവ് പറഞ്ഞു, ഇന്നാലെ നർജുമന്നക്ക. അതുപോലെ മൂസ അലൈഹി സ്വലാമിനോട് ഫിർഔൻ പറഞ്ഞത് മർജൂമീൻ അല്ല, മസ്ജൂനീനാണ്. ലതകൂനന്ന മിനൽ മസ്ജൂനീൻ, നീ ഇത് അവസാനിപ്പിക്കണില്ലെങ്കിൽ നിന്നെ ഞങ്ങൾ ജയിലിലിട്ട് കളയും, അല്ലെങ്കിൽ ജയിൽ പുള്ളികളിൽപ്പെട്ടവരാകുമെന്നാണ്. ഇവിടെ കുറച്ചുകൂടി അപ്പുറത്താണ്, അഥവാ രണ്ടർത്ഥം പറഞ്ഞിട്ടുണ്ട് പണ്ഡിതന്മാർ. ഒന്നുകിൽ ഈ റജ്മ് എന്ന് പറഞ്ഞാൽ എറിഞ്ഞു കൊല്ലലിനാണ് സാധാരണഗതിയിൽ ഉപയോഗിക്കുക. അതുകൊണ്ട് തന്നെ ഞങ്ങൾ നിന്നെ എറിഞ്ഞു കൊല്ലപ്പെട്ടവരുടെ കൂട്ടത്തിൽ പെടുത്തും, അല്ലെങ്കിൽ അവരുടെ കൂട്ടത്തിൽ ഇപ്പം നീ വലിയ തറവാട്ടിലും വലിയ മാന്യനും ഒക്കെയാണ്, പക്ഷേ ഈ പോക്ക് പോയാൽ ഇത് നീ നിർത്തുന്നില്ലെങ്കിൽ നിന്നെ ഞങ്ങൾ എറിഞ്ഞു കൊല്ലപ്പെട്ടവരുടെ കൂട്ടത്തിലാണ് ഇനി ഉണ്ടാവുക നീ
എന്നാകാം, അല്ലെങ്കിൽ എറിഞ്ഞു ഓടിക്കപ്പെടുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തായിഫിൽ നിന്ന് എറിഞ്ഞു ഓടിക്കുകയായിരുന്നല്ലോ. രണ്ടിനും മർജൂമീൻ എന്ന് പറയും. രണ്ടും അവരുടെ പ്ലാനിലുണ്ട്. രണ്ടും മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് മക്കാ മുശ്രിക്കുകളുടെ പ്ലാനിലുണ്ട്. അതുകൊണ്ടാണ് ഈ കഥ ഇങ്ങനെ പറയുന്നത്. ഉടനെ നൂഹ് അലൈഹിസ്സലാം, അഥവാ ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, നൂഹ് നബി അലൈഹിസ്സലാം ദൂതനായി വന്നു പറഞ്ഞു അപ്പം തന്നെ ഉള്ള പ്രതികരണമല്ല. 9.5 നൂറ്റാണ്ട് 950 കൊല്ലത്തെ പ്രബോധന പ്രവർത്തനങ്ങളുടെ അവസാന ഘട്ടത്തിലെ വർത്തമാനമാണ് ഈ പറയുന്നത്. ഖാല റബ്ബി ഇന്ന ഖൗമി കദ്ദബൂൻ, എൻ്റെ നാഥ, എൻ്റെ കൗമ് എന്നെ കളവാക്കിയിരിക്കുന്നു. അഥവാ ഇനി അവർ ലം യലിദു ഇല്ല ഫാജിറൻ കഫാറ, തമ്മാടിക്കും തോന്നിയാസിക്കുമല്ലാതെ ജന്മം നൽകുക പോലുമില്ല എന്ന് പറഞ്ഞാൽ അങ്ങേ തലയിൽ എത്തിയിരിക്കുന്നു, ഇനി ഇവരെ വെച്ചേക്കരുത് എന്നുള്ള അവസ്ഥയിൽ എത്തിയിരിക്കുന്നു എന്നർത്ഥം. അതുകൊണ്ട് അള്ളാഹു എന്ത് വേണം ചെയ്തു തരണം? ഫഫ്തഹ് ബൈനി വബൈനഹും ഫത്ഹ, എനിക്കുമിടയിൽ ഇനി നീ തീരുമാനം കൽപ്പിക്കണം. നൂഹ് അലൈഹിസ്സലാം പ്രാർത്ഥിച്ചത് ഖുർആൻ തന്നെ പറയുന്നുണ്ടല്ലോ, റബ്ബിലാ തദർ അലൽ അർളി മിനൽ കാഫിരീന ദയ്യാറ, ഒരൊറ്റ വീടും ബാക്കി വെക്കരുത് എന്നൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ട്. അതിലേക്ക് സൂചിപ്പിച്ചുകൊണ്ട് അലങ്കാരികമായൊരു ഭാഷയിൽ പറയുന്നതാണ് ഇവിടെ. അവസാനം നൂഹ് അലൈഹിസ്സലാം ഇങ്ങനെ അള്ളാഹുവിന് വിട്ടു, തീരുമാനം കൽപ്പിക്കുക, നീ തീരുമാനം കൽപ്പിക്കണേ എന്ന് പറഞ്ഞു. കാരണം അങ്ങനെ പറയാൻ കാരണം ആദ്യഘട്ടത്തിലൊന്നും അങ്ങനെയല്ല. ആദ്യഘട്ടത്തിലൊക്കെ അവരെ രക്ഷിക്കണേ എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തായിഫിൽ നിന്ന് കല്ലെറിഞ്ഞോടിച്ച ആളുകളെ അല്ലാഹുമ്മ ഗ്ഫിർലി ഖൗമി ഫഇന്നഹും ലാ യഅലമൂൻ എന്നാണ് പ്രാർത്ഥിച്ചത്. അതുപോലെ മൂസ അലൈഹി സ്വലാമിൻ്റെ പ്രബോധന ജീവിതത്തിൽ കാണാം, അല്ലാഹു തആലാൻ്റെ ശിക്ഷ ഭീഷണി ഉണ്ടായപ്പോൾ നീ ആ തുഹ്ലിക്കുന ബിമാ ഫഅലൽ എന്താണ് ആ തുഹ്ലിക്കുന ബിമാ ഫഅലൽ ജാഹിലൂൻ, ഞങ്ങളുടെ കൂട്ടത്തിൽ അവിവേകികൾ ചെയ്തതിൻ്റെ പേരിൽ നീ ഞങ്ങളെ നശിപ്പിക്കുകയാണോ എന്നൊക്കെ ചോദിച്ച് കെഞ്ചുന്ന മൂസ അലൈഹി സ്വലാമിനെ കാണാം. അങ്ങനെയൊക്കെയാണ് നബിമാരുണ്ടാകുക. അല്ലാഹു തആല നശിപ്പിക്കരുതേ എന്ന് ആഗ്രഹിക്കുകയാണ്. അത്രയും ഗുണകാംക്ഷികളുമായിരിക്കും. അതുകൊണ്ട് തന്നെ അങ്ങനെ മുന്നോട്ട് പോയ നബി അവസാനമാകുമ്പോൾ ലഖദ് കുദിബത്ത് റസുലും മിൻ ഖബലിക, താങ്കൾക്ക് മുമ്പും ധാരാളം റസൂലുമാർ കളവാക്കപ്പെട്ടിട്ടുണ്ട്. അതുപോലെ പല സ്ഥലത്തും അല്ലാഹു തആല പറയണതാണ് നബിമാർ കളവാക്കപ്പെടുക എന്ന്. അല്ലാഹു തആല പറയണത് ആ തുടക്കത്തിലെ സംഗതിയല്ല, അവസാനം തീരുമാനമായി ഇനി അവർ അംഗീകരിക്കുകയില്ല എന്നെത്തിയ അവസ്ഥയുണ്ടായപ്പോൾ നൂഹ് അലൈഹിസ്സലാം പ്രാർത്ഥിച്ചു, പടച്ചവനെ ഇനി ഞാൻ വിട്ടു, നീ ഇതിലൊരു തീരുമാനം കൽപ്പിക്കുക. അതാണ് ഫഫ്തഹ് ബൈനി വബൈനഹും ഫത്ഹ. പിന്നെ ഞങ്ങളെക്കുറിച്ച് പറയാനുള്ളത് എന്താണ്? വനജ്ജിനി വമം മഅയ മിനൽ മുഅ്മിനീൻ, എന്നെയും എന്നോടൊപ്പം മോമിനിങ്ങളായിട്ടുള്ളവരെയും നീ രക്ഷപ്പെടുത്തണേ എന്ന് നൂഹ് അലൈഹിസ്സലാം പ്രാർത്ഥിച്ചു. അഥവാ ഇനി ഞങ്ങളെ രക്ഷപ്പെടുത്തുകയാണ് വേണ്ടത്, അതല്ലാതെ ഇവർ നന്നാകുകയില്ല. ഇവരുടെ ഷെറിൽ നിന്ന് ഈ മൂസ അലൈഹിസ്സലാം ഫിറൗനിൽ നിന്ന് രക്ഷപ്പെട്ടിട്ട് മദിയനിലെത്തിയപ്പോൾ അദ്ദേഹത്തെ മദിയനിൽ സ്വീകരിച്ച ആ മഹാനായ മാന്യനായ മനുഷ്യൻ ശുഐബ് നബി ആകാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്നു. അദ്ദേഹം നജൗത്ത മിനൽ ഖൗമിൽ ലാലിമീൻ, നീ അക്രമികളായ ആളുകളിൽ നിന്ന് രക്ഷപ്പെട്ടിരിക്കുന്നു എന്നാണ് മൂസ അലൈഹിസ്സലാമിനോട് പറയുന്നത്. എന്നതുപോലെ ഞങ്ങളെ രക്ഷപ്പെടുത്തണേ, ഇനി ഇവർ നന്നാകില്ല, ഇവരുടെ ഇടങ്ങറ് ഇത് സഹിക്കുന്നതിൽ നിന്ന്, ഇവരുടെ പീഡനങ്ങളും എതിർപ്പുകളും മർദ്ദനങ്ങളുമൊക്കെ സഹിച്ച് ജീവിക്കുന്നതിൽ നിന്നും എന്നെയും എൻ്റെ കൂടെയുള്ളവരെയും രക്ഷപ്പെടുത്തണേ. കാരണം ഇവർ തമ്മാടിയും തോന്നിയാസിയുമാണ്. ലമിലിതു ഇല്ല ഫാജിറൻ ഗഫാറ, തമ്മാടിയും തോന്നിയാസിയുമായിട്ടല്ലാതെ ഇവരിനി ഉണ്ടാകുകയില്ല. അതുകൊണ്ട് ഇനി അവരുടെ കാര്യത്തിൽ ഇനി ഒന്നും പറയാനില്ല, ഞങ്ങളെ രക്ഷപ്പെടുത്തണേ എന്ന ആവശ്യമാണ് ഉള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവസാന ഘട്ടത്തിൽ പിന്നെ അബീസീനയിലേക്കുള്ള ഹിജ്റ ആദ്യഘട്ടത്തിൽ തന്നെ ആളുകളെ രക്ഷപ്പെട്ട് പിന്നെ അവിടെ പോയി ദീന് മുറുകെ പിടിച്ച് ജീവിക്കാനാണല്ലോ പറഞ്ഞയക്കുന്നത്. എന്നതുപോലെ തന്നെ ഈ സഹാബികളെ ഹിജ്റക്ക് പ്രേരിപ്പിക്കുന്നതും അവിടെ പോയി മദീനയിൽ ചെന്ന് മര്യാദക്ക് ജീവിക്കുക, അല്ലാതെ ഇവിടെ ഇനി നിന്നിട്ട് കാര്യമില്ല എന്നുള്ള അവസ്ഥ എത്തുകയാണല്ലോ. എന്നതുപോലെ ഒരു അവസ്ഥ എത്തി. 950 കൊല്ലമായപ്പോൾ നൂഹ് അലൈഹി സ്വലാമിനും എന്നർത്ഥം. അത് ആ സമയത്ത് നടത്തുന്ന പ്രാർത്ഥനയാണ്. വളരെ ചുരുങ്ങിയ വാചകങ്ങളിലാണ് ഈ കഥ പറയുന്നത്. പക്ഷേ ഇത് വലിയ സഹസ്രാബ്ദത്തോളം നീണ്ട ഒരു കഥയാണ് യഥാർത്ഥത്തിൽ. അള്ളാഹു അവൻ്റെ കലാമിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊള്ളുന്ന സത്യവിശ്വാസികളിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. അല്ലാഹുമ്മ അല്ലിംനാ മാ യൻഫഉനാ വൻഫഅനാ ബിമാ അല്ലംതനാ റബ്ബനാ സിദ്നാ ഇൽമൻ വഫഹ്മൻ വദിഖ്ഖത്തൻ വനദ്റ
اللهم اجعل القرآن ربيع قلوبنا ونور صدورنا وجلاء حزننا وذهاب همنا وغمنا. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين. وصلى الله على محمد وعلى آله وصحبه وسلم ومن تبعهم بإحسان إلى يوم الدين والحمد لله رب العالمين.